ഓക്കെ. അപ്പം നമുക്ക് ഇന്നത്തെ സെഷനിലോട്ട് പോവാം. അപ്പൊ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഇന്ന് ടോപ്പിക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ തോട്ട്സിനെ കുറിച്ചാണ്. അതായത് തോട്ട്സ് നമ്മളെ ലൈഫിനെ എങ്ങനെ ബിൽഡ് ചെയ്യുന്നു എന്നതിനെ കുറിച്ച് അതിനെക്കുറിച്ചൊന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പോ ഞാൻ ആദ്യം തന്നെ ഞാൻ എന്റെ ക്യാപ്ഷനിലൊക്കെ കൊടുത്തിരുന്ന ഒരു കോട്ട്, അതായത് ഗാന്ധിജി പറഞ്ഞൊരു കാര്യമാണ്. ഒരാൾ എന്ന് പറയുന്നത് അയാളുടെ ചിന്തകളുടെ പ്രൊഡക്റ്റ് ആണ്. അയാൾ എന്താണോ ചിന്തിക്കുന്നത് അത് അയാളായിട്ട് മാറും എന്നാണ് ഗാന്ധിജി പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ഒരുപാട് പേരുടെ കോട്സ് ഒക്കെ കേൾക്കാറുണ്ട്. ഈ കോട്സ് ഒരാൾ വെറുതെ ഇങ്ങനെ പറയുന്നതാണോ? അല്ല. ഒരാൾ ഒരു കോട്സ് പറയുന്നത് അയാൾ അയാളുടെ ലൈഫിലൂടെ കടന്നു പോയിട്ട് ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയി അയാൾ അയാളുടെ ലൈഫിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് അയാൾ ഒരു കോട്ടായിട്ടൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഗാന്ധിജിയുടെ ഒക്കെ ഒരുപാട് കോട്സ് നമ്മൾ പല പല ആളുകളുടെയും കോട്സ് കേൾക്കാറുണ്ട്. അപ്പൊ ഗാന്ധിജി പറയാണ്, ഒരാള് അയാള് ചിന്തിക്കുന്നതാണ് അയാളായിട്ട് മാറുന്നത് എന്നുള്ളത്. ഈ ഗാന്ധിജിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഗാന്ധിജി ആദ്യം അത്ര ഒരു ഷൈ ആയിട്ടുള്ള ഒരാളായിരുന്നു. പിന്നെ ആള് നമുക്കറിയാം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് വരെ പ്രവർത്തിച്ച് ഭയങ്കര എന്താ പറയാ, ആയുധങ്ങളുമായിട്ടൊക്കെ നിൽക്കുന്ന ബ്രിട്ടീഷുകാരോട് വരെ പൊരുതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ഒരാളാണ്. അപ്പൊ ആളുടെ ലൈഫ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരാളുടെ ലൈഫ് എന്ന് പറയുന്നത് അയാളുടെ ചിന്തകളില് നല്ല ഡിപ്പെൻഡ് ആണ് എന്നുള്ളത്. അപ്പോ നമുക്ക് നോക്കാം, എന്താണ് തോട്ട്സ്. നമുക്കറിയാം, നമ്മളിപ്പോ രാവിലെ ഒരു ദിവസം എണീറ്റാൽ തന്നെ നമ്മുടെ മൈൻഡിലോട്ട് ആദ്യം തന്നെ വരുന്നത് തോട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്നുണ്ട് എന്ന് തന്നെ നമ്മൾ അറിയുന്നത് നമ്മുടെ ഉള്ളിൽ കയറി വരുന്ന പല പല തോട്ട്സ് ആയിരിക്കും. നമുക്കൊരു എന്താ പറയാ, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഏകദേശം ഒരു മനുഷ്യന് ഒരു 60,000 മുതൽ 70,000 വരെ തോട്ട്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ തന്നെ ആലോചിച്ചറിയാം, പലപ്പോഴും നമ്മൾ അവെയർ അല്ല നമ്മൾ എന്താണ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ നമ്മുടെ ചിന്തകളുടെ ഒരു ലോകത്ത് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചിന്തയിൽ എന്താണോ പറയുന്നത് അതിലിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ആ ഒരു ലോകത്ത് പലപ്പോഴും പലപ്പോഴും പലരും പറയുന്ന കാര്യമായിരിക്കും, എനിക്ക് സാധനങ്ങൾ വെച്ചത് ഓർമ്മയില്ല, അല്ലെങ്കിൽ പല പല കാര്യങ്ങളും മറന്നു പോകുന്നു എന്നുള്ളതൊക്കെ നമ്മൾ കേൾക്കും. കാരണം അവരെപ്പോഴും അവരുടെ ചിന്തകളിൽ മുഴുകിയിട്ടായിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നമ്മൾ അൺകോൺഷ്യസ് ആയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എന്താണ്, പലപ്പോഴും പല കാര്യങ്ങളും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവില്ല. നമ്മൾ ചിന്തിക്കുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ നമുക്കറിയാം, നമ്മൾ പലപ്പോഴും ഒരു ചിന്തയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ചിന്തിച്ച് ചിന്തിച്ച് വേറെ എവിടെയെങ്കിലുമൊക്കെ എത്തിയിട്ടുണ്ടാവും. പലപ്പോഴും നമുക്ക് തന്നെ അറിയില്ല, അവസാനം നമുക്ക് അറിയണ്ടാവില്ല ഞാനിപ്പോ ഇത് എവിടുന്നാ സ്റ്റാർട്ട് ചെയ്തതെന്ന് പോലും അറിയില്ല. അങ്ങനെ നമ്മളെ മൈൻഡില് ഇങ്ങനെ പല തരത്തിലുള്ള ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇപ്പോ ഇതിനു മുന്നേ നമുക്ക് നമ്മളെ മൈൻഡിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. നമ്മളെ മൈൻഡിന് രണ്ട് പാർട്ട് ഉണ്ട്. മൈൻഡിന്റെ രണ്ട് പാർട്ട് എന്ന് പറഞ്ഞാല്, ഒന്ന് കോൺഷ്യസ് മൈൻഡ് ആണ്, വേറൊന്ന് സബ് കോൺഷ്യസ് മൈൻഡ് ആണ്. ഈ കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാല് മൈൻഡിന്റെ ഒരു 10% ഈ കോൺഷ്യസ് മൈൻഡ് ആണ്. കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു മൈൻഡ് ഉണ്ടല്ലോ, നമ്മൾ ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും ഡിസിഷൻ എടുക്കുന്നതും അങ്ങനെ നമ്മളെ ലൈഫിന് വേണ്ടി പ്ലാൻ ചെയ്യുന്നതും അങ്ങനെ നമ്മൾ എന്തൊക്കെയാണോ അതൊക്കെ ഇങ്ങനെ ആളുകളോട് സംസാരിക്കുമ്പോൾ നമ്മൾ തിങ്ക് ചെയ്യുന്നതും ഇതൊക്കെ നമ്മുടെ കോൺഷ്യസ് പാർട്ടിലാണ് നടക്കുന്നത്. അത് ആക്ച്വലി ഒരു മൈൻഡിന്റെ 10% ഉള്ളൂ. നമ്മൾ ഈ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ എവിടെയാണ്, നമ്മുടെ കോൺഷ്യസ് മൈൻഡിലാണ് നടക്കുന്നത്. ഇനി ഇതിന്റെ വേറെ ഓപ്പോസിറ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഇതിന്റെ വേറൊരു പാർട്ട്, നമ്മുടെ മൈൻഡിന്റെ തന്നെ വേറൊരു പാർട്ട് എന്ന് പറയുന്നത് അത് സബ് കോൺഷ്യസ് മൈൻഡ് ആണ്. സബ് കോൺഷ്യസ് മൈൻഡ് എന്താന്ന് വെച്ചാല് അത് 24 hours ആക്റ്റീവ് ആണ്. നമ്മളിപ്പോ ഈ കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാല് നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ മാത്രമേ അത് ആക്റ്റീവ് ഉള്ളൂ. കാരണം നമ്മൾ ഉറങ്ങിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് ഓഫ് ആവുകയാണ് നമ്മൾ ഉറങ്ങുക എന്ന് പറഞ്ഞാല്. അല്ലാണ്ട് ടൈമില് നമ്മളെ കോൺഷ്യസ് മൈൻഡ് ഓഫ് ആവുന്നതാണ് നമ്മൾ ഉറങ്ങുക എന്ന് പറഞ്ഞാല്. സബ് കോൺഷ്യസ് മൈൻഡ് 24 hours നമ്മളിൽ ആക്റ്റീവ് ആണ്. കാരണം നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാവും, നമ്മൾ ഉറങ്ങുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ കൺട്രോൾ ചെയ്തിട്ടല്ലല്ലോ നമ്മൾ ശ്വസിക്കുന്നത്. പക്ഷെ നമ്മൾ ശ്വസിക്കുന്നത് എപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളെ ഹാർട്ടും പിടിക്കുന്നുണ്ട്, നമ്മളെ ഫുഡ് ഡൈജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും നമ്മളാരും ഞാൻ ഇനി കുറച്ചു നേരം ശ്വസിക്കട്ടെ, അല്ലെങ്കിൽ എന്റെ ഫുഡ് ഒന്ന് ഡൈജസ്റ്റ് ചെയ്യട്ടെ, ഇതൊന്നും നമ്മൾ ചിന്തിച്ചിട്ടല്ലല്ലോ. നമ്മളെ പാർട്ട് എന്താണ്, നമ്മൾ ഫുഡ് കഴിക്കുന്നു. എന്ത് ഫുഡ് കഴിക്കണം, ഏത് ഫുഡ് കഴിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ എന്താണ്, നമ്മളെ കോൺഷ്യസ് മൈൻഡിലാണ് ചിന്തിക്കുന്നത്. പക്ഷെ നമ്മുടെ ഫുഡ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞാല് പിന്നെ നമ്മളെ കൺട്രോളിലേ ഇല്ല. അത് ആരുടെ കൺട്രോളിലാന്ന് ചോദിച്ചാൽ അത് സബ് കോൺഷ്യസ് മൈൻഡിന്റെ കൺട്രോളിലാണ്. നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാലും നമ്മളെ ഹൃദയം പിടിക്കുന്നത്, നമ്മൾ ശ്വസിക്കുന്നത്, നമ്മളെ ബോഡിയിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടോ അതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡാണ്. അപ്പോ നമ്മളെ ഇപ്പൊ നമ്മുടെ ഒരു
ലൈഫിന്റെ പാർട്ടിലോട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പല പല കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് അത് വേണം, അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു ജോബ് ആണെങ്കിൽ എനിക്ക് അത് ഡ്രീം ചെയ്യണം, അല്ല അത് അച്ചീവ് ചെയ്യണം എന്നൊക്കെ നമ്മൾ ഡ്രീം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേണ്ട പ്ലാനുകളും ഐഡിയാസ് ഒക്കെ വരുന്നത് എവിടെ നിന്നാണ്? അത് സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ് വരുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഒരു മൈൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഏകദേശമായിട്ട് മനസ്സിലാക്കേണ്ട, സിമ്പിൾ ആയിട്ട് നമ്മൾ ഡീപ്പായിട്ട് പഠിക്കുകയാണെങ്കിൽ ഒരുപാട് പഠിക്കാനുണ്ട്. പക്ഷെ നമ്മൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുമ്പോൾ നമുക്കൊരു കോൺഷ്യസ് പാർട്ടും ഉണ്ട്, ഒരു സബ് കോൺഷ്യസ് പാർട്ടും ഉണ്ട്. ഇനിയിപ്പോ നമ്മൾ ചിന്തയിലോട്ട് വരികയാണ്, നമ്മളെ ചിന്തയിലോട്ട് വരികയാണ്. നമ്മൾ നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു കാര്യം ചിന്തിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു മനുഷ്യന് ഒരു 60,000 മുതൽ 70,000 തോട്ട് വരെ ഒരു ഡെയിലി ഉണ്ടാവുന്നുണ്ട്. ഇതിൽ തന്നെ നമ്മൾ നോക്കിയാൽ അറിയാം, അധിക തോട്ടും ഈ 60,000 തോട്ട് അല്ലെങ്കിൽ 70,000 തോട്ട് എന്ന് പറയുന്നത് ഡിഫറെന്റ് തോട്ട്സ് ഒന്നുമല്ല. നമ്മൾ തന്നെ ആലോചിച്ചാൽ അറിയാം, റിപ്പീറ്റേറ്റീവ് തോട്ടാണ്. നമ്മൾ ചിലപ്പോൾ ഇന്നലെ ചിന്തിച്ച കാര്യം തന്നെ ആയിരിക്കും ഇന്നും ചിന്തിക്കുന്നത്, ഇന്ന് ചിന്തിച്ച കാര്യം തന്നെ ആയിരിക്കും നാളെയും ചിന്തിക്കുന്നത്. പുതിയ ചിന്തകൾ എന്ന് പറയുന്നത് കുറവാണ്. നമ്മളെപ്പോഴും നമ്മുടെ ഒരേ ചിന്തകളിൽ തന്നെ മുഴുകി, ചിലപ്പോൾ വെറി ചെയ്തിട്ടാവാം, ചിലപ്പോൾ ആങ്ഷ്യസ് ആയിട്ടാവാം, അല്ലെങ്കിൽ നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ടാവാം. നമ്മൾ പലപ്പോഴും നമ്മൾ സെയിം തോട്ട് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതില് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഈ ഒരു പല പല റിപ്പീറ്റേറ്റീവ് തോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരേ കാര്യം തന്നെ ഇന്നലെ ചിന്തിച്ച കാര്യം തന്നെ ഇന്ന് ചിന്തിക്കുന്നു. അതന്നെയാണ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ റിപ്പീറ്റഡ് തോട്ട്സുകളുടെ ഒരു നാച്ചർ നോക്കിയാൽ മതി. അതായത് ചിലപ്പോൾ നമ്മൾ റിപ്പീറ്റഡ് തോട്ട്സ് എന്ന് പറയുന്നത് സെയിം, അല്ലെങ്കിൽ നമ്മളൊരു ഗിൽറ്റില്, അല്ലെങ്കിൽ എനിക്കൊന്നും കഴിയുന്നില്ല, അങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നെങ്കിൽ നമ്മുടെ ലൈഫും അതുപോലെ ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, നമ്മളിപ്പോ ഒരു ദിവസം പുതുതായിട്ട് ഒരു കാര്യം ചിന്തിക്കുന്നതല്ല, നമ്മൾ ഡെയിലി നമ്മളെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റിനെ കുറിച്ച്, ഫ്യൂച്ചറിനെ കുറിച്ച്, ചുറ്റുമുള്ള ആളുകളെ കുറിച്ച്, അവരെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിന്റെ ഒരു പൊതുവായിട്ട് അതിന്റെ ഒരു നാച്ചർ ഉണ്ടാവില്ലേ? അതായത് കൂടുതൽ നല്ലതാണോ, കൂടുതൽ നെഗറ്റീവ് ആണോ എന്നുള്ളത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ഒരു ലൈഫിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ലൈഫിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മോസ്റ്റ്ലി ഇപ്പോ നമ്മുടെ ഇന്നത്തെ ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് അത്രയും ഹാപ്പി അല്ലെങ്കിൽ അതിനർത്ഥം നമ്മൾ ഇതുവരെ ചിന്തിച്ചു വന്ന ചിന്തകള് അത്ര നല്ലതല്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇതുവരെ ചിന്തിച്ചു വന്ന ചിന്തകളുടെ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഇന്നത്തെ ലൈഫ്. അപ്പൊ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഇനി മുന്നോട്ടുള്ള ലൈഫ് നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മുടെ തോട്ടിൽ നമ്മൾ എന്ത് ചെയ്യണം? ചേഞ്ച് വരുത്തണം എന്നുള്ളത്. ഇപ്പൊ നമ്മൾ തോട്ടിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മുടെ തോട്ട് ഞാൻ പറഞ്ഞു, മൈൻഡില് കോൺഷ്യസ് പാർട്ടിൽ നമ്മളെ തോട്ടുകൾ വരുന്നു, നമ്മൾ ചിന്തിക്കുന്നു, എങ്ങനെ എന്തൊക്കെ പ്ലാൻ ചെയ്യുന്നു എന്നുള്ളത്. ഈ തോട്ടിനെ എങ്ങനെയാണ് നമ്മളെ മൈൻഡ് റീഡ് ചെയ്യുന്നത് എന്നറിയോ? നമ്മൾ മൈൻഡ് റീഡ് ചെയ്യുന്നത്, നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഒരു കാര്യം ചിന്തിക്കുന്നു, അത് അങ്ങനെ നടക്കുന്നു, അല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ആക്ഷൻ എടുക്കുന്നു എന്നൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മളൊരു കാര്യത്തെ ചിന്തിച്ചിട്ട് നമ്മളെ മൈൻഡ് അത് റീഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മൈൻഡ് അത് മനസ്സിലാക്കുന്നത് എങ്ങനെയാ വെച്ചാല് ഇമേജ് ആയിട്ടും ഇമോഷൻ ആയിട്ടാണ്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവില്ല. ഞാൻ പറയുകയാണെങ്കിൽ ഇമേജ് എന്ന് പറയുമ്പോൾ, ഇപ്പോ ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങളുടെ ഒരു എന്താ പറയാ ലൈഫില് നല്ല ഇഷ്ടമുള്ള ഒരു കാര്യം ചിന്തിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കണേ, അല്ലെങ്കിൽ വേണ്ട, നമ്മളൊരു കുട്ടീനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കുട്ടി, ചെറിയൊരു കുട്ടിയാണെങ്കിൽ ആ കുട്ടീനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ എന്തായി, ആ കുട്ടീനെ കുറിച്ചിട്ടുള്ള ഒരു ചിത്രം വരും. അതാണ് ഈ ഇമേജ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒന്ന് ചിന്തിക്കുമ്പോഴത്തേക്കും നമ്മളെ മൈൻഡിൽ ഒരു ഇമേജ് വരും, ഒരു ചിത്രം വരും. നമ്മൾ പോലും അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മളിങ്ങനെ ഡെയിലി ഒരുപാട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ആ ചിന്തകൾക്കൊപ്പം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നമ്മൾ ആ ചിത്രം, ഒരു ഫിലിം പോകുന്ന പോലെ, ഒരു മൂവി പോകുന്ന പോലെ നമ്മളെ മൈൻഡിലൂടെ ആ ഒരു ചിത്രം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിത്രം മാത്രമല്ല, നമ്മളെ ഓരോ ചിന്തക്കും നമുക്കൊരു ഇമോഷനും വരുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മളെ പാസ്റ്റിൽ നടന്നിട്ടുള്ള ഒരു സങ്കടമുള്ള ഒരു കാര്യം, നമുക്ക് അത്രയും വേദനയുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോഴും ആ ഒരു പെയിന് വരുന്നില്ലേ? അതായത് നമ്മൾ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ അതിന്റെ കൂടെ ഒരു ഇമേജും വരുന്നുണ്ട്, ഒരു ഇമോഷനും വരുന്നുണ്ട്. ഓക്കെ, നമ്മളെ മൈൻഡ് റിയാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളെ മൈൻഡ് റീഡ് ചെയ്യുന്നത് ഈ ഒരു ചിത്രത്തിനെ, ഒരു ഇമോഷനെയാണ് മൈൻഡ് റീഡ് ചെയ്യുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ പറയാണ്, അതുപോലെ തന്നെ നമ്മൾ ഓരോന്ന് ചിന്തിക്കുമ്പോഴും നമ്മൾ പോലും അറിയാതെ നമ്മുടെ ബോഡിയിൽ പല കാര്യങ്ങളും, പല ഹോർമോണുകളും കെമിക്കൽസ് ഒക്കെ റിലീസ് ചെയ്യുന്നുണ്ട്. അത് മനസ്സിലാക്കാൻ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് വെച്ചാല്, നമ്മളിപ്പോ ഒരു പുളിങ്ങ തിന്നുന്നതിനെ കുറിച്ച് ആലോചിച്ചാൽ തന്നെ നമുക്ക് വായയിൽ വെള്ളം വരില്ലേ?
ശരിക്കും നമ്മൾ പുളിങ്ങ കഴിച്ചിട്ട് പോലും ഇല്ല. പക്ഷെ നമുക്ക് എന്താണ് വായേൽ അപ്പത്തേക്കും വെള്ളം വരും. അതിനർത്ഥം എന്താ നമ്മളെ ചിന്തക്കനുസരിച്ച് നമ്മളെ ബോഡിയിലും പല പല റിയാക്ഷൻസും നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയല്ലേ. നമ്മള് നമുക്കറിയാം നമ്മൾ പലപ്പോഴും അല്ലെങ്കിൽ നമ്മളൊരു പേടിപ്പെടുത്തുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. നമ്മൾ വീട്ടിൽ ഒറ്റയ്ക്കുള്ള സമയം അല്ലെങ്കിൽ ഇപ്പൊ ചെറിയ കുട്ടികളാണെങ്കിൽ അവരൊന്നും കണ്ടിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഗോസ്റ്റ് ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെ അവർക്ക് പേടി ഉണ്ടാവുന്നുണ്ട്. അതിനർത്ഥം എന്താ അവരവരുടെ മൈൻഡിൽ ആ ഒരു കാര്യം അത് അവർക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് നമ്മൾ ഓരോ ചിന്തക്കും ഒരു ഇമേജും ഒരു ഇമോഷനും നമ്മളെ മൈൻഡിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ലൈഫില് നമ്മളിപ്പോ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ഓരോ കാര്യം ചിന്തിക്കുന്നു. പല പല തോട്ടുകൾ നമ്മുടെ മൈൻഡിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നതിനനുസരിച്ചിട്ട് നമ്മൾ പോലും അറിയാതെ നമ്മളെ മൈൻഡിലൂടെ പല ഇമോഷൻസും ഇങ്ങനെ കേറി ഇറങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ചിലപ്പോ ഒരു സമയം നമ്മളൊന്ന് ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്കും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സങ്കടപ്പെടുന്ന ഒരു ചിന്ത വരുമ്പോഴത്തേക്കും നമുക്ക് എന്തായി നമ്മളെ ബോഡിയിലൂടെ നെക്സ്റ്റ് നമുക്ക് ചിലപ്പോ ദേഷ്യമാവും, ഇറിറ്റേഷൻ ആവും, ചിലപ്പോ ഒരു ഫീലിങ്സ് ഒക്കെ നമുക്ക് ഇങ്ങനെ കടന്നു പോകുന്നുണ്ടാവും. അതായത് നമ്മളെ മൈൻഡില് ഓരോ ചിന്തക്കും ഒരു ഇമേജും ഒരു ഇമോഷനും നമ്മളിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ നമ്മളെ തോട്ടിനെ നമ്മൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള തോട്ടും ഉണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ള തോട്ടും ഉണ്ട്. ഇല്ലേ? നമ്മൾ പോസിറ്റീവ് തോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മളിങ്ങനെ നല്ല കാര്യങ്ങൾ ഇപ്പൊ നമ്മുടെ ലൈഫിനെ കുറിച്ചാണെങ്കിൽ എന്റെ ലൈഫ് അടിപൊളിയാണ്, അല്ലെങ്കിൽ എന്റെ ലൈഫിൽ എല്ലാം നന്നായിട്ട് നടക്കുന്നുണ്ട്, എന്റെ ഭാവിയിൽ എന്താ പറയാ എനിക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കും, അങ്ങനെയൊക്കെ ആണെങ്കിൽ അതൊരു പോസിറ്റീവ് തോട്ടാണ്. ഇനിയിപ്പോ അതല്ല നമ്മളിങ്ങനെ എപ്പോഴും വെറി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതെന്താ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി നമ്മൾ ഒരു ആക്ഷൻ എടുക്കാൻ സമയത്ത് നമ്മളിങ്ങനെ വെറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അയ്യോ ഈ ഒരു കാര്യം എന്തായി പോകും, അതിൽ ഞാൻ ഫെയിൽ ആയി പോവോ എന്നുള്ള രീതിയിലാണ് നമ്മളെ തോട്ടുകൾ പോകുന്നുണ്ടെങ്കിൽ അതൊരു നെഗറ്റീവ് തോട്ടാണെന്ന് പറയാം. ഇപ്പോ നമുക്കറിയാം ഒരാൾക്കും എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കാനും പറ്റണമെന്നില്ല, എപ്പോഴും നെഗറ്റീവായിട്ട് മേ ബി ഇരിക്കാം. അല്ലെങ്കിൽ ഒരു മനുഷ്യന് നോർമൽ ആയിട്ട് എന്ന് പറഞ്ഞാൽ അയാൾക്ക് പോസിറ്റീവ് തോട്ട്സും ഉണ്ടാവും, നെഗറ്റീവ് തോട്ട്സും ഉണ്ടാവും. പക്ഷെ ആ ഒരാള് ഹെൽത്തി മൈൻഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് അറിയാം എങ്ങനെ ആൾക്ക് പോസിറ്റീവ് തോട്ട് വന്നാലും അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട് വന്നാലും അതിനെങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളത് അയാൾക്കൊരു ഐഡിയ ഉണ്ടാവും. അതായത് ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക്, ഹെൽത്തി മീൻസ് മെന്റലി ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്കും പോസിറ്റീവ് ആയിട്ടുള്ള തോട്ടും നെഗറ്റീവ് ആയിട്ടുള്ള തോട്ടും ഉണ്ടാവും. പക്ഷെ നമ്മൾ പറയുകയാണെങ്കിൽ ഒരാള് പോസിറ്റീവ് തിങ്കിങ് ഉള്ള ആളാണോ അങ്ങനെ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ഒരാൾക്ക് ഇപ്പൊ നമ്മൾ അയാളുടെ ഒരു തോട്ട് എടുത്താൽ അയാൾക്ക് ഒരു 10 തോട്ടിൽ ഒരു 8 തോട്ട് അല്ലെങ്കിൽ ഒരു 8 ചിന്തകളൊക്കെ പോസിറ്റീവ് ആണ്, ഒരു 2 എണ്ണം നെഗറ്റീവ് ഉള്ളെങ്കിൽ നമുക്ക് പറയാം അയാൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണെന്നുള്ളത്. പക്ഷെ നേരെ മറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്, ഒരാൾക്ക് ഒരു 8 പോസിറ്റീവും നെഗറ്റീവ് ആണ്, ഒരു 2 എണ്ണം ഉള്ളെങ്കിൽ അയാളുടെ തോട്ട് അല്ലെങ്കിൽ അയാളുടെ ഇമോഷൻസ് പോണത് എന്താണ് അയാളെ ലൈഫിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ അയാള് സ്ട്രഗിൾ ചെയ്തുകൊണ്ടായിട്ട് ഇരിക്കുന്നത്. ഒരിക്കലും നമ്മൾ ഇപ്പൊ മൈൻഡ് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇപ്പോഴും എനിക്കിങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് മാത്രമേ വരുന്നുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ലൈഫിലോ നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യും അങ്ങനെയൊന്നുമില്ല. കാരണം നമ്മളെ മൈൻഡിന് നമുക്ക് എപ്പോഴും ഒരു ഫ്ലെക്സിബിൾ ആണ്, അല്ലെങ്കിൽ നമുക്ക് ഏത് രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ഒരു കണ്ടീഷനിലാണ് മൈൻഡ് ഉള്ളത്. മൈൻഡിന് ഒരു അഡാപ്റ്റബിലിറ്റി, അല്ലെങ്കിൽ നമുക്ക് നല്ല നല്ല പോസിറ്റീവ് തോട്ട് കൊടുത്തിട്ടും അല്ലെങ്കിൽ നമ്മൾ തന്നെ ലൈഫിൽ പുതിയ ചലഞ്ചിലേക്ക് നമ്മൾ മുന്നോട്ട് പോയിട്ടൊക്കെ നമുക്ക് നമ്മളെ മൈൻഡിനെ മാറ്റിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നല്ല ആളുകളുടെ സ്റ്റോറീസ് വായിച്ചാലും ബുക്സ് റീഡിങ്ങിലും അങ്ങനെയൊക്കെ നമുക്ക് നമ്മളെ തോട്ടിനെയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പറയാനുള്ളത് നമുക്ക് ഇതൊന്നും അല്ലാണ്ട് ന്യൂട്രൽ ആയിട്ടും തോട്ട് ഉണ്ടാവും, ഒരു ഇമോഷനും ഇല്ലാതെ നമ്മൾ വെറുതെ നമ്മളിപ്പോ ഒരു പൂവിനെ കാണുമ്പോൾ ചിന്തിക്കുന്നതും അതൊക്കെ ന്യൂട്രൽ ആയിട്ടുള്ള തോട്ടാണെന്ന് പറയും. ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ തോട്ട്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് ആലോചിച്ചാല് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഗാന്ധിജി പറഞ്ഞത് ഒരാളുടെ ചിന്തക്കനുസരിച്ചിട്ടാണ് അയാളുടെ ലൈഫ് എന്ന് പറയണം, അല്ലെങ്കിൽ അയാൾ എന്താണോ ചിന്തിക്കുന്നത് അതായിട്ട് അയാൾ മാറും. അപ്പൊ അതെങ്ങനെയാണ് ഇപ്പൊ തോട്ട്സിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ എങ്ങനെയായിരിക്കും ഒരാളുടെ ചിന്തക്കനുസരിച്ചിട്ട് അയാളുടെ ലൈഫ് അല്ലെങ്കിൽ അയാൾ മാറുന്നു എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? അതായത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, നമ്മളിപ്പോ നമ്മുടെ മുന്നിൽ ഒരു ഓപ്പർച്യൂണിറ്റി വരികയാണ്, നമ്മുടെ ലൈഫിനെ തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി വരികയാണ്. നമ്മൾ ഓൾറെഡി അല്ലെങ്കിൽ നമ്മൾ മുന്നിൽ
എന്തെങ്കിലും ഒരു അവസരം വരികയാണ്. ഇതിലൊരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന, ഇപ്പൊ ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾക്കൊരു ജോബ് ഓപ്പർച്യൂണിറ്റി വരികയാണ്. കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അയാൾക്ക് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് അയാളുടെ ലൈഫിനെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഇതാണ്. പക്ഷെ അവിടെ ഒരാൾ വിചാരിക്കുകയാണ്, ആ ഒരു എന്താ പറയാ, ആ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോഴത്തേക്കും അയാൾ ചിന്തിക്കുകയാണ്, അയ്യോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ എനിക്ക് എടുക്കാൻ പറ്റുമോ, അതിന് വേണ്ടിയിട്ടൊക്കെ ഞാൻ ട്രൈ ചെയ്താൽ ശരിയാവോ, അല്ലെങ്കിൽ എന്നെ കൊണ്ട് അതൊക്കെ പറ്റുമോ? അങ്ങനെയാണ് അയാൾ ചിന്തിക്കുന്നതെങ്കിൽ അയാൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇതിന് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്താൽ ഞാൻ എന്തായാലും ഫെയിൽ ആവും, ഞാൻ ഒരിക്കലും അതിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല, അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളുടെ ഒപ്പൊന്നും എനിക്ക് കോമ്പീറ്റ് ചെയ്ത് എത്താൻ പറ്റില്ല, ഞാൻ അതിനുള്ളതൊന്നുമില്ല, എനിക്ക് അതിനുള്ള അറിവില്ല, എനിക്ക് അതിനുള്ള എന്താ പറയാ കേപ്പബിലിറ്റി ഇല്ല എന്നുള്ള രീതിയിലാണ് ഒരാൾ ചിന്തിക്കുന്നെങ്കിൽ അയാൾ എങ്ങനെയായിരിക്കും ആ ഒരു ഓപ്പർച്യൂണിറ്റിയോട് റിയാക്ട് ചെയ്യുക? അയാൾ എന്തായാലും റിയാക്ട് ചെയ്യാൻ പോകുന്നത്, അയാളുടെ ഉള്ളിൽ ഇങ്ങനത്തെ ചിന്തകൾ വരുമ്പോഴത്തേക്കും അയാളുടെ ഉള്ളിൽ എന്താവും, ഫിയർ നിറയാൻ തുടങ്ങും ഇല്ലേ? അയാൾക്ക് എന്താവും, ഫിയർ വരും. അയാൾ മാക്സിമം അയാൾ ഫിയർ വന്നിട്ട് ഈ തോട്ട്സിൽ നിന്നും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു തോട്ട് വരുമ്പോൾ അതിനോട് ഒരു ഇമേജും വരും, ഒരു ഇമോഷനും വരും. ഇയാള് ഈ ഒരു കണ്ടീഷനെ കുറിച്ച് ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ ഈ പുതിയൊരു ഓപ്പർച്യൂണിറ്റിയിൽ ഒരു സ്റ്റെപ്പ് എടുക്കണം എന്ന് ആലോചിക്കുമ്പോൾ അയാൾക്ക് ഈ ഒരു കൈൻഡ് ഓഫ് തോട്ടുകളാണ് വരുന്നെങ്കിൽ അയാളുടെ ഉള്ളിൽ വരുന്ന ഇമേജുകൾ അയാൾ പോലും അറിയുന്നില്ലെങ്കിലും അയാളുടെ ഉള്ളിൽ വരുന്ന ഇമേജ് ചിലപ്പോ ആ ഒരു എന്താ പറയാ ജോബിൽ പോയിട്ട് അയാള് ഫെയിൽ ആവുന്നതോ, അല്ലെങ്കിൽ അയാൾക്ക് അവിടെ ഒരിക്കലും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാതെ അയാൾ തളർന്നിരിക്കുന്നതോ, അയാൾ എന്താ പറയാ റിജക്ട് ചെയ്യപ്പെടുന്നതോ, ഈ തരത്തിലുള്ള പല പല ഇമോഷൻസ് അല്ലെ പല പല ഇമേജുകളായിരിക്കും അയാളുടെ മൈൻഡിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ടാവുക. അപ്പൊ അതിനനുസരിച്ചിട്ട് തന്നെ എന്താ, അയാളുടെ ഉള്ളിൽ ഇങ്ങനെ ഫിയർ വരാൻ തുടങ്ങും. അപ്പൊ അയാൾ എന്താ ചെയ്യാ, അയാള് ഡെഫിനറ്റ്ലി എന്ത് ചെയ്യും, ഞാൻ ഈ ജോബിന് പോകുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഇതിന് വയ്യ, എന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ ചിലപ്പോ അത് തന്നെ പറയണമെന്നൊന്നുമില്ല, അല്ലെങ്കിൽ എനിക്ക് പേടിയാണ്, എനിക്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പറയണമെന്നില്ല. അയാൾ വേറെ എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞിട്ട് അതിന്ന് ഒഴിഞ്ഞു മാറും. കാരണം ചിലപ്പോ അയാള് ഒരുപാട് കാലം പ്രാർത്ഥിച്ചതിന്റെ, ചിലപ്പോ അയാളുടെ പ്രാർത്ഥനകളിൽ അയാൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, ദൈവമേ എന്റെ ലൈഫ് ഒന്ന് മാറ്റി തരണേ, എന്തിനാ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തണേ എന്നുള്ള രീതിയിൽ അയാൾ പലപ്പോഴും പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടൊക്കെ ആയിരിക്കും ഈ ഒരു ഓപ്പർച്യൂണിറ്റി അയാളുടെ മുന്നിൽ വന്നിട്ടുണ്ടാവുക. പക്ഷെ അയാൾ ആക്ഷൻ എടുക്കാണ്ട് മാജിക്കലി ഒരാളുടെ ലൈഫ് ഒന്നും ചേഞ്ച് ആവാൻ പോകുന്നില്ല. നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും ക്രിയേറ്റർ അല്ലെങ്കിൽ സൃഷ്ടാവ് നമ്മുടെ മുന്നിൽ ഓപ്പർച്യൂണിറ്റീസ് ആണ് കൊണ്ടുവരിക. നമ്മൾ അതിന്റെ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുമ്പോഴായിരിക്കും അതിന്റെ മുകളിലേക്ക് പോകാനുള്ള അടുത്ത ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിൽ വരുള്ളൂ. അതിന് അടുത്ത ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ വലിയ വലിയ ഓപ്പർച്യൂണിറ്റീസുകൾ നമ്മളെ മുന്നിൽ വരണമെങ്കിൽ ആദ്യം നമുക്ക് തന്നിട്ടുള്ള അത് ചിലപ്പോൾ നിസ്സാരമായിട്ടുള്ള സ്റ്റെപ്പ് ആയിരിക്കും. പക്ഷെ നമ്മൾ ചെയ്യാത്തതുകൊണ്ട് നമുക്കത് ചലഞ്ചിങ് തന്നെ ആയിരിക്കും. നമ്മളിപ്പോ നിൽക്കുന്ന സ്റ്റേറ്റിൽ നമുക്കത് വലുതായിരിക്കും. പക്ഷെ നമ്മൾ അതിന്റെ അപ്പുറം കടന്നു കഴിഞ്ഞാൽ ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓ ഇത് ഇത്ര ചെറുതായിരുന്നോ എന്നുള്ളത്. പക്ഷെ നമുക്ക് പോകുന്നതിന്റെ മുന്നേ ആ പേടിച്ച് നിൽക്കുമ്പോൾ അത് നമ്മുടെ മുന്നിൽ ചിലപ്പോൾ വലിയൊരു നമ്മൾ പോലും വിചാരിക്കാത്ത വലിയൊരു രൂപത്തിലൊക്കെ ആയിരിക്കും അതൊന്ന് വന്ന് നിൽക്കുന്നുണ്ടാവുക. പക്ഷെ അവിടെ ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോയാൽ മാത്രമായിരിക്കും അയാളുടെ ലൈഫ് മാറുന്നുണ്ടാവുള്ളൂ. പക്ഷെ അയാൾ എന്ത് ചെയ്യും, എന്താണ് ഈ പേടിച്ചിട്ട് അയാൾ ആക്ഷൻ എടുക്കൂല, അതിനെ റിജക്ട് ചെയ്യും. പിന്നെ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കും, എന്റെ ലൈഫ് മാത്രം മാറുന്നില്ല, എന്റെ ലൈഫിൽ മാത്രം കഷ്ടപ്പാടാണ്, എല്ലാവരും സക്സസ് ആയിട്ട് ജീവിക്കുന്നു, അല്ലെങ്കിൽ എല്ലാവരും ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു എന്നുള്ള രീതിയിൽ അയാൾ പിന്നെ ഈ നെഗറ്റീവ് തോട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. പലപ്പോഴും ഇപ്പൊ അയാൾ അവിടെ ഒരു ആക്ഷൻ എടുക്കാതെ അത് റിജക്ട് ചെയ്ത് കഴിഞ്ഞാല് ആ ആക്ഷൻ പോവുക മാത്രമല്ല ചെയ്യണത്, അയാളുടെ കോൺഫിഡൻസ് ഒന്നുകൂടെ കുറയും. കാരണം അയാളുടെ ഉള്ളില് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ പരാതിപ്പെടുന്നുണ്ടെങ്കിലും അയാളുടെ ഒരു ഭാഗത്ത് അയാളെ തന്നെ കുറ്റപ്പെടുത്തുന്നുണ്ടാവും. എനിക്ക് എന്താണ് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഞാൻ എന്തോ ഒരു ധൈര്യം ഇല്ലാത്ത ആളായി പോയി, അല്ലെങ്കിൽ ഞാൻ എന്താ ഇങ്ങനെ എന്നുള്ള രീതിയിൽ അയാളെ തന്നെ കുറ്റപ്പെടുത്തുമ്പോൾ അയാൾക്ക് എന്തെങ്കിലും ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നെങ്കിൽ അതുപോലും കുറഞ്ഞു പോയിട്ടുണ്ടാവും എന്നുള്ളതാണ്. അതാണ് ഗാന്ധിജി പറയുന്നത്, ഒരാള് എന്താണ് ചിന്തിക്കുന്നത് അതന്നെ അയാളായിട്ട് മാറും എന്നുള്ളത്. ഇനി നമുക്ക് ഇതേ ഒരു കണ്ടീഷൻ വേറൊരാളിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ, ഒരു അത്യാവശ്യം കോൺഫിഡൻസ് ഉള്ള ഒരാളാണ്, ആൾക്ക് പേടിയൊക്കെ ഉണ്ട്. നമ്മൾ ഈ കോൺഫിഡൻസ് ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് പേടിയില്ലാത്ത ഒരു സ്റ്റേറ്റ് ഒന്നുമല്ല. പേടി ഉണ്ടെങ്കിലും നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാനുള്ള ഒരു കറേജ് ഉള്ള ആളാണ്. അതായത് പേടിയൊക്കെ ഉണ്ട് അയാൾക്ക്, ഫെയിൽ ആവോ എന്നുള്ള പേടിയുണ്ട്. പക്ഷെ അയാൾ വിചാരിക്കും, ഞാൻ മുന്നോട്ട് പോയിട്ടേ എന്റെ ലൈഫ് മാറൂ, ഞാൻ എത്ര പേടിയുണ്ടെങ്കിലും ഞാൻ ആക്ഷൻ എടുക്കും. അതാണ് കറേജ്. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത്, എന്റെ ഈ പേടി മാറിയിരുന്നെങ്കിൽ എന്റെ ലൈഫ് എനിക്ക് ചേഞ്ച് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കായിരുന്നു, എനിക്ക് കുറച്ച് ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിക്കും.
പക്ഷെ ആക്ച്വലി നമ്മളെ മൈൻഡിന്റെ ഒരു കാര്യം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഫിയർ എന്ന് പറയുന്നത് അത് മൈൻഡ് ചെയ്യാത്തൊരു കാര്യം ആയതുകൊണ്ട് മാത്രമാണ് ആ ഫിയർ വരുന്നത്. ഈ ഫിയർ എന്നുള്ളത് ഒരു കാര്യത്തിൽ പറയുകയാണെങ്കിൽ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ളതും കൂടി ഒരു കാര്യമാണ്. കാരണം മൈൻഡ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോ ഒരു കുട്ടി വലിയൊരു കെട്ടിടത്തിന്റെ മോളിൽ ഒരു കുറച്ച് ഉയരത്തിന്റെ മോളിൽ കയറുന്നിട്ട് ആ കുട്ടിക്ക് പേടിയില്ലെങ്കിൽ അയാൾ ചാടൂല്ലേ? അവിടുന്ന് ചാടും. അപ്പൊ ആൾക്ക് എന്താ പറയും, അപകടം പറ്റും. അതുപോലെ നമ്മൾ എന്താണ് ചില സാഹചര്യത്തിൽ നമ്മൾ അപകടത്തിലൊന്നും പോയി പെടാതിരിക്കണമെങ്കിൽ നമുക്ക് ചെറിയൊരു പേടിയൊക്കെ വേണം. അത് നമ്മളെ മൈൻഡ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി തരുന്നതാ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ്. ഈ സബ് കോൺഷ്യസ് മൈൻഡിന് ലോജിക് ഇല്ല. ഇത് അപകടമാണോ എന്താണ് സേഫ് ആണോ എന്നുള്ള രീതിയിലുള്ള ഒരു എന്താണ് വേർതിരിവില്ല. ആൾക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ആള് ബുദ്ധി ഇല്ലാത്ത കാരണം ഒരു കുട്ടി ചിന്തിക്കുന്ന പോലെയാണ് സബ് കോൺഷ്യസ് മൈൻഡ് ചിന്തിക്കുക. അതായത് ഇപ്പൊ ഈ ഒരു നമ്മളെ കോൺഷ്യസ് മൈൻഡിന് അറിയാം ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ ഞാൻ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്റെ ലൈഫ് മാറും. പക്ഷെ സബ് കോൺഷ്യസ് മൈൻഡ് എന്താണ്, ഇതെന്തോ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കണ്ടീഷനാണ്, ഇതിലോട്ട് പോയി കഴിഞ്ഞാൽ എന്താണ് എന്റെ ഞാൻ നാണം കെട്ടു പോയാലോ എന്നുള്ള രീതിയിലുള്ള ചിന്തകളൊക്കെ വരുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് ഈ ഒരു കണ്ടീഷൻ ഒരു ഡേഞ്ചർ ആയിട്ടാണ് വിചാരിക്കുന്നത്. ആ ഡേഞ്ചർ ആകുമ്പോൾ തന്നെ സബ് കോൺഷ്യസ് മൈൻഡിന് ഏറ്റവും വേണ്ടത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുക. അതായത് നമ്മളെ മൈൻഡിന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ്. അപ്പൊ എന്ത് ചെയ്യും, നമ്മളിൽ ഫിയർ ഇട്ട് തരും. ഈ ഫിയർ ഇട്ടുന്നതിന് നമ്മൾ അതിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മളെ ഒരു വട്ടം ഇതിലോട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മാറി കടന്നു കഴിഞ്ഞാൽ മൈൻഡിന് ഓക്കെ ആവും. ഓ ഇത് ഡേഞ്ചർ ഉള്ള കാര്യമല്ല, സേഫ് ആണ്. പിന്നെ നമുക്ക് ഈ സെയിം സിറ്റുവേഷൻസ് പിന്നെ വന്നാൽ നമുക്ക് പേടി ഉണ്ടാവില്ല. അങ്ങനെയാണ്. അപ്പോ നമ്മുടെ ലൈഫിൽ എന്ത് ചലഞ്ചിങ് ആയിട്ട് വന്നാലും നമ്മളാണ് അതിന്റെ ഉത്തരവാദിത്തം എടുക്കേണ്ടത്. നമ്മളെ മൈൻഡ് എന്ന് പറയുന്നത് നമുക്ക് ഈ എന്താ പറയാ ഭൂമിയിൽ നമുക്ക് വേണ്ടതിനൊക്കെ നേടിയെടുക്കാനും നമുക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരു ടൂളാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ ബോഡി എന്ന് പറയുന്നതല്ലല്ലോ നമ്മള്. ഈ ബോഡിന്റെ ഉള്ളിലുള്ള ഒരു ശ്വാസം എന്തോ ആണല്ലോ നമ്മൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സോള് എന്നാണല്ലോ നമ്മള്. ആ സോളിന് ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് നമ്മളെ മൈൻഡും ബോഡിയും എന്നൊക്കെ പറയുന്നത്. അപ്പോ ഈ മൈൻഡിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ, മൈൻഡിനെ ഇപ്പൊ നമ്മൾ നോക്കൂലേ, എങ്ങോട്ട് പോകണം അല്ലെങ്കിൽ എന്ത് ഫുഡ് കഴിക്കണം, ഏത് ഡ്രസ്സ് ഇടണം, ഇതൊക്കെ നമ്മൾ മാനേജ് ചെയ്യുന്ന പോലെ തന്നെ നമ്മളെ മൈൻഡിനെ എവിടെ പേടി വേണം എവിടെ പേടി വേണ്ട എന്നുള്ള രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റണം. അതാണ് അത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതൊരു സ്കില്ലാണ്. ആ ഒരു സ്കില്ല് നമുക്ക് ഡെവലപ്പ് ആയിട്ടില്ലെങ്കിൽ നമുക്കത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്കില്ല് കൂടിയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ഒരു ഓപ്പർച്യൂണിറ്റി വേറൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളുടെ കയ്യിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അയാൾ വിചാരിക്കുന്നത് ഫിയർ ഉണ്ടെങ്കിലും മുന്നോട്ട് ഞാൻ പോകുന്നായിരിക്കും. അയാൾ ചിലപ്പോ ആ ഒരു ഫിയർ ഉണ്ടെങ്കിൽ കൂടി ആ ഒരു അറ്റംപ്റ്റ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അയാൾ അതിലെത്തി കഴിഞ്ഞാൽ അതില് മാക്സിമം എക്സലന്റ് ആയി കഴിഞ്ഞാൽ അയാളുടെ മുന്നിൽ അതിന്റെ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി വരും. അപ്പൊ അയാൾ അതിലേക്ക് പോയി കഴിഞ്ഞാൽ അയാൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതനുസരിച്ച് അയാളുടെ ലൈഫ് മാറാൻ തുടങ്ങും. അവിടെ എന്താണ്, ഈ രണ്ടുപേരുടെ മുന്നിൽ വന്ന ഓപ്പർച്യൂണിറ്റി ഒന്നാണ്. പക്ഷെ രണ്ടുപേരുടെയും തോട്ട് വ്യത്യാസമായത് കാരണം രണ്ടുപേരും റിയാക്ട് ചെയ്തത് വ്യത്യാസമാണ്. അതായത് നമ്മുടെ ലൈഫിനെ തീരുമാനിക്കുന്നതിൽ നമ്മൾ എടുക്കുന്ന ആക്ഷൻ ഉണ്ട്. ഈ ആക്ഷൻ തീരുമാനിക്കുന്നത് നമ്മളെ ചിന്തകളായിരിക്കും. അപ്പോ നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് നമ്മുടെ ലൈഫിനെ ബാധിക്കുന്നുണ്ട് എന്നാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ ഒരു കോട്ട് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? നമ്മൾ എങ്ങനെ നമ്മുടെ സിറ്റുവേഷനെ നോക്കിക്കാണുന്നു, ആ സമയത്ത് നമുക്ക് എന്തൊക്കെ തോട്ട് വരുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ നമ്മളെ തോട്ടിനെ നോക്കിക്കാണുന്നത് നമ്മളാണ്. നമ്മള് ആ ചിന്തകളാണ് നമ്മൾ എന്നുള്ള രീതിയിലാണ്. ഈ ചിന്തിച്ച് നടക്കുന്ന ഞാനാണ് ഞാൻ. ശരിക്കും നമ്മൾ എന്നുള്ള വ്യക്തി, ആ വ്യക്തിക്ക് എന്തുണ്ട്, തോട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മൾ വേറെ, നമ്മളെ ചിന്തകൾ വേറെ. അങ്ങനെയാണ്. നമ്മുടെ ചിന്തേനെ ഒരു ഒബ്സർവർ ആയിട്ട് അതിനെങ്ങനെ നോക്കിക്കാണാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമ്മളെ ചിന്തേനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. കാരണം ഇതൊന്നും ഒരു ദിവസം കൊണ്ട് നടക്കുന്ന ഒരു കാര്യം എന്നും പറയുന്നില്ല. നമുക്കറിയാലോ, നമുക്കൊരു ഡ്രൈവിംഗ് പഠിക്കണമെങ്കിലും അതൊരു സ്കില്ലാണ്. ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും നമുക്കൊരു ടൈം വേണമല്ലോ. അതുപോലെ തന്നെ മൈൻഡിന് ഏത് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും കുറച്ച് കാലം നമ്മൾ അതിലൂടെ പോണം. അപ്പോ നമ്മളെ തോട്ടിനെ നമ്മൾ തന്നെ ഇങ്ങനെ, നമ്മളെ തോട്ട് വേറെ നമ്മൾ വേറെ എന്നുള്ള രീതിയിൽ നമ്മൾ കാണാൻ പഠിക്കുമ്പോൾ നമുക്ക് നമ്മളെ തോട്ടിനെ മാനേജ് ചെയ്യാൻ പറ്റും. പലപ്പോഴും നമ്മളെ മൈൻഡിൽ വരുന്ന പല തോട്ടുകളോടുമാണ് നമ്മൾ ഇങ്ങനെ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനോട് നമ്മൾ ഇപ്പൊ അറിയാം, നമ്മളെ ഏറ്റവും വേദനിപ്പിച്ച ഒരാളുണ്ട്. അയാൾ എന്തോ നമ്മളോട് പറഞ്ഞപ്പോ നമുക്ക് നന്നായിട്ട് വേദനിച്ചു. ഇപ്പൊ അയാൾ ആ ഒരു വാക്ക് പറഞ്ഞിട്ട് അയാൾ പോയി.
പക്ഷെ ആ ഒരു കാര്യം നമ്മൾ മൈൻഡിലോട്ട് എടുത്തിട്ട് പിന്നെ നമ്മളെ മൈൻഡ് അതിനോട് ചുറ്റിപ്പറ്റിയിട്ടുള്ള പല സ്റ്റോറീസ് നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കൂലേ. അയാള് ചിലപ്പോ പറഞ്ഞ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും, അയാള് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും, നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നിൽക്കുന്ന ഒരു സിറ്റുവേഷനും അയാള് ചിന്തിക്കുന്ന ഒരു ചിന്തയുണ്ടാവും. ഇതൊന്നും നമ്മളെ മൈൻഡിനെ അറിയില്ല. മൈൻഡ് എന്താണ്? മൈൻഡ് ഇമാജിനറി ആയിട്ട് പല പല സ്റ്റോറീസ് ഇങ്ങനെ നമ്മുടെ ചെവിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളെന്താണ്, അയാൾ അങ്ങനെ വിചാരിച്ചിട്ടായിരിക്കും ഈ ഒരു കാര്യം പറഞ്ഞത് എന്നുള്ളത് നമ്മുടെ മൈൻഡാണ് പറയുന്നത്. മറ്റാള് ശരിക്ക് അയാൾ എന്താ ചിന്തിച്ചതെന്ന് നമുക്ക് ഒരു ക്ലാരിറ്റി ഇല്ല. പക്ഷെ നമ്മളെ മൈൻഡ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇയാൾ ഇങ്ങനെ ആയിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക. ചിലപ്പോ അയാളുടെ റിലേറ്റഡ് ആയിട്ട് പാസ്റ്റിൽ നമുക്ക് വേറെ പല എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മളെ മൈൻഡിലോട്ട് ഇങ്ങനെ പെട്ടു. അന്ന് ഇങ്ങനെ ഉണ്ടായിട്ടില്ലേ, അതുകൊണ്ടായിരിക്കും, അതുകൂടെ വെച്ചിട്ടായിരിക്കും അയാൾ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ആക്ച്വലി അയാളല്ല, നമ്മുടെ മൈൻഡാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് എന്താവും, ഇതിനനുസരിച്ച് മൈൻഡ് ഇങ്ങനെ പല സ്റ്റോറികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ശരിക്കും നമ്മുടെ മൈൻഡ് നല്ലൊരു സ്റ്റോറി ടെല്ലറാണ്. ഇങ്ങനെ സ്റ്റോറികൾ ഉണ്ടാക്കി പറഞ്ഞുകൊണ്ടിരിക്കും. ശരിക്കും നമ്മുടെ മൈൻഡിൽ വരുന്ന എല്ലാ തോട്ട്സും എന്തല്ല, റിയൽ ഒന്നുമല്ല. മൈൻഡ് ഇങ്ങനെ ഇത് അങ്ങനെ ആയാലോ, ഇത് ഇങ്ങനെ ആയാലോ, അങ്ങനെ ആണെങ്കിലോ, ഇനിയിപ്പോ ഇതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചാലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പല പല തോട്ട്, ഈ തോട്ടിലായിരിക്കും നമ്മളിങ്ങനെ ചിന്തിച്ച് 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 നമുക്ക് പോലും അറ്റം കിട്ടാത്ത രീതിയിൽ നമ്മൾ ഇങ്ങനെ ചിന്തിച്ച് പോകുന്നുണ്ടാവും. ഇങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാലേ, ഞാൻ പറഞ്ഞല്ലോ മൈൻഡിൽ വരുന്ന, നമ്മളെ മൈൻഡിൽ ഒരു ചിത്രം ഇങ്ങനെ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ഈ ചിന്തയിലനുസരിച്ച് നമ്മളെ മൈൻഡ് ഇങ്ങനെ അതിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ മൈൻഡിൽ ആ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. മൈൻഡ് വിചാരിക്കുന്നത് ശരിക്കും നമ്മളിപ്പോ ആ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്, നമ്മൾ റിയൽ ആയിട്ടും നമ്മുടെ ലൈഫിൽ ഇപ്പൊ അതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നായിരിക്കും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരാള് നമ്മളോട് എന്തെങ്കിലും പറഞ്ഞു, അയാളോട് പിന്നെ എന്തൊക്കെ പറയാം, അല്ലെങ്കിൽ ഇനി അയാളോട് ഇതിനെതിരായിട്ട് എനിക്ക് ഇത് പറയണം, അപ്പൊ അയാൾ എന്നോട് തിരിച്ച് വേറെ എന്തെങ്കിലും ഒക്കെ പറയും. അങ്ങനെ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളും മൈൻഡ് പല രീതിയിൽ അത് ഭയങ്കര പ്രശ്നമായിട്ട് മാറുന്നതും ഒക്കെ ഇങ്ങനെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഇതിങ്ങനെ നമ്മളെ മൈൻഡിൽ ഈ ഒരു ചിത്രമൊക്കെ വരുമ്പോഴും മൈൻഡ് വിചാരിക്കുന്നത് ആക്ച്വലി നമ്മൾ ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു സിറ്റുവേഷനിലാണ്, നമ്മുടെ ലൈഫ് ഇപ്പൊ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ആ ഒരു പ്രശ്നത്തിലാണ്. ശരിക്ക് അയാൾ നമ്മളോട് എന്തോ ഒരു വാക്കേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ, പിന്നെ മൊത്തം നമ്മളെ മൈൻഡിലാണ് ആ സിറ്റുവേഷൻസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ സിറ്റുവേഷൻ നടന്ന് ഇങ്ങനെ നമ്മളെ മൈൻഡിൽ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമ്മളെ പല ദേഷ്യം വരുന്നുണ്ടാവും, നമുക്ക് ഇറിറ്റേഷൻ വരുന്നുണ്ടാവും, നമുക്ക് അയാളോട് വെറുപ്പ് വരുന്നുണ്ടാവും, അയാളോട് പറയാനുള്ള പല കാര്യങ്ങളും നമ്മൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് പല രീതിയിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. നമ്മളെ മൈൻഡിൽ തന്നെ ആ കോൺവെർസേഷൻസ് ഇങ്ങനെ നടക്കുന്നുണ്ടാവും. ഇങ്ങനെയൊക്കെ നടന്ന് നടന്നു കഴിഞ്ഞാല് നമ്മൾ പോലും അറിയാതെ അയാൾ പറഞ്ഞതിന്റെ അല്ലെങ്കിൽ അയാളോട് നമുക്ക് തോന്നേണ്ട ഒരു ദേഷ്യല്ലേ, അതിന്റെ ഇരട്ടി ദേഷ്യം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി നെക്സ്റ്റ് നമ്മൾ അയാളെ കാണുമ്പോൾ ചിലപ്പോ അയാൾ എന്തേലും പറയുമ്പോഴത്തേന് നമ്മൾ പോലും അറിയാതെ അയാൾ ആ പറഞ്ഞതിന് നമ്മൾ റിയാക്ട് ചെയ്തു പോകും. ചിലപ്പോ അത്രയും റിയാക്ഷൻ ഒന്നും അവിടെ ആവശ്യം ഉണ്ടാവില്ല. നമ്മളെ മൈൻഡ് ആദ്യേ ഇതിൽ ജീവിച്ച കാരണം അവിടുന്നായിരിക്കും ആ റിയാക്ഷൻ വരുന്നത്. ചിലപ്പോ അയാൾ ചെറിയൊരു കാര്യം എന്തേലും ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, നമ്മൾ പോലും അറിയാതെ നമ്മളെ മൈൻഡ് നമ്മളിങ്ങനെ കൺട്രോൾ ചെയ്ത് നടക്കുന്നുണ്ടാവും. അതായത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ബോഡി, നമ്മളെ മൈൻഡ് എന്നൊക്കെ പറയുന്നത്. ഒരിക്കലും നമ്മളെ മൈൻഡിന്റെ കൺട്രോളിൽ ആവരുത് നമ്മള്, നമ്മുടെ കൺട്രോളിലാവണം നമ്മളെ മൈൻഡ് എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ പെട്ടെന്നുള്ള റിയാക്ഷൻസ് പോലും ചിലപ്പോൾ ആക്ച്വലി നമ്മുടെ റിയാലിറ്റിയിൽ നടന്ന കാര്യമാവണമെന്നില്ല, നമ്മളെ മൈൻഡിൽ നടന്നിട്ടുള്ള പല പല തോട്ടിനെ ആയിട്ടായിരിക്കും പിന്നെ നമ്മൾ ആ സിറ്റുവേഷൻ, പിന്നെ നമ്മൾ റിയൽ ആയിട്ട് നടക്കുന്ന സിറ്റുവേഷൻസിലും നമ്മൾ റിയാക്ട് ചെയ്തു പോകുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് നമ്മളെ ലൈഫിന്റെ ഓരോ സിറ്റുവേഷൻസിനെ നമ്മുടെ മൈൻഡിലുള്ള ഓരോ തോട്ടും കൺട്രോൾ ചെയ്യുന്നുണ്ട്. നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സിംഗിൾ തോട്ട് എന്നൊക്കെ ആയിരിക്കും. അതിങ്ങനെ പല ആംഗിളിൽ നിന്നും പല പെർസെപ്ഷനും ചിന്തിച്ച് ചിന്തിച്ച് അത് പല രീതിയിലും മാറിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ. ഇപ്പോ ഞാൻ പറഞ്ഞു നമ്മുടെ ലൈഫിനെ ബാധിക്കുന്ന ലൈഫിനെ നമ്മളെ തോട്ട് ഇങ്ങനെ ബാധിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു. ഇനി ഇതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മളെ ബോഡീനെയും നമ്മളെ നെർവസ് സിസ്റ്റത്തിനെയും നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെയും ഒക്കെ നമ്മളെ തോട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാന്ന് ചോദിച്ചാല്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളൊരു പുളിയുള്ള ഒരു സാധനത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മളെ ബോഡിയിൽ എന്തുണ്ടാവുന്നുണ്ട്, നമ്മളെ വായിൽ പുളി വന്നു. അതായത് നമ്മളെ ബ്രെയിന് ആ ഒരു ചിത്രം വന്നപ്പോഴത്തേക്കും അതുപോലത്തെ ഒരു ടേസ്റ്റ് ഉള്ള ഒരു എൻസൈമോ ഒരു എന്തോ കെമിക്കൽ ആയിട്ടുള്ള നമ്മളെ ബോഡിയിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഒരാൾ ഇങ്ങനെ എപ്പോഴും എനിക്ക് അസുഖം വരും, അല്ലെങ്കിൽ എന്റെ ലൈഫ് അങ്ങനെ അങ്ങനെ ചിന്തിക്കുകയാണ്, എനിക്ക് അസുഖം വരുമോ അങ്ങനെ പേടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് അസുഖം വരാനുള്ള ചാൻസ് കൂടുതലാണെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. കാരണം
അയാൾ ചിന്തിച്ച് ബോഡി അയാളുടെ മൈൻഡ് വിചാരിക്കുന്നത് ഇയാൾ ഒരു അസുഖക്കാരനാണ് എന്നുള്ള രീതിയിലായിരിക്കും. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ബോഡിയിൽ, നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഈ തോട്ടുകൾ, കാരണം നമ്മളിങ്ങനെ അസുഖം വരുമോ എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് എന്തായാലും പേടി ഉണ്ടാവും. ആ പേടി ഉണ്ടാവുന്ന സമയത്ത് നമ്മളെ ബോഡിയിൽ പല സ്ട്രെസ് ഹോർമോണുകൾ ഉണ്ടാവുന്നുണ്ട്. ഈ സ്ട്രെസ് ഹോർമോണുകളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ എപ്പോഴും നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മളെ ഇമ്മ്യൂണിറ്റീനെ കുറക്കും. അപ്പൊ നമുക്കറിയാലോ, ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറഞ്ഞാല് നമ്മളെ ബോഡീനെ അസുഖങ്ങളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനുള്ളതാണ്. അത് വീക്കായി കഴിഞ്ഞാല് നമുക്ക് എന്താണ്, നമുക്ക് നാച്ചുറലി അസുഖം വന്നുകൊണ്ടിരിക്കും. അതായത് അതിനെ നമ്മളെ ബോഡീനെ പല ബാക്ടീരിയാന്നും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള അതിന്റെ എബിലിറ്റി കുറഞ്ഞുകൊണ്ടാണല്ലോ ഇരിക്കുക. അപ്പൊ ആലോചിച്ചോക്കൂ, നമ്മൾ പലപ്പോഴും ഈ ലോ ഓഫ് അട്രാക്ഷൻ കേട്ടിട്ടില്ല. അതായത് നമ്മൾ ചിന്തിക്കുന്നത് നമ്മളെ ലൈഫിലേക്ക് വരും എന്ന് പറയുമ്പോൾ, ഈ ഒരു അസുഖത്തിന്റെ കാര്യത്തിലേക്ക് നോക്കൂ. നമ്മളിങ്ങനെ അസുഖം വരും എന്ന് ചിന്തിക്കുമ്പോൾ, വരും എന്ന് പേടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അയാളുടെ ബോഡിയിൽ എന്താണ്, അതിനനുസരിച്ചിട്ടുള്ള അയാളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനൊക്കെ വീക്ക് ആക്കുമ്പോൾ അയാൾക്ക് അസുഖം വരുന്നു. അതായത് നമ്മൾ ചിന്തിക്കുന്നത് നമ്മളെ ലൈഫിലേക്ക് ഇങ്ങനെ അട്രാക്ട് ചെയ്ത് വരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എന്റെ ലൈഫിനെ എനിക്ക് മാറ്റാം എന്നുള്ള രീതിയിൽ ഒരാൾ ഒരു ഓപ്പർച്യൂണിറ്റി എടുക്കുമ്പോൾ അയാളുടെ ലൈഫ് എന്താണ്, അയാൾക്ക് അതിൽ സക്സസ് ആവുമ്പോൾ അയാളുടെ ലൈഫ് മാറുന്നു. എന്റെ ലൈഫിനെ എനിക്ക് മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ എന്റെ ലൈഫിനെ എനിക്കും ഞാൻ ട്രൈ ചെയ്താൽ മാറും എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ അയാളുടെ ലൈഫ് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. അതാണ്. അല്ലാതെ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് എന്തോ മാജിക്കൽ ആയിട്ട് നമ്മൾ ചിന്തിക്കുന്നതൊക്കെ നമ്മുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളത്, നമ്മളിങ്ങനെ ഒരു ഭാഗത്ത് ഇരുന്ന് ഇങ്ങനെ വെറുതെ ചിന്തിച്ചാൽ വരുമൊന്നുമില്ല. നമ്മൾ ചിന്തിക്കുന്നതിനനുസരിച്ച് നമ്മൾ ആക്ഷൻ എടുക്കുമ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നു. അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റികൾ, നമ്മളെ മൈൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ലെൻസ് പോലെ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങളും ഉണ്ട്, ഓപ്പർച്യൂണിറ്റി രണ്ടും ഉണ്ട്. നമ്മൾ പ്രശ്നത്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നെങ്കിൽ, അതായത് ആ പ്രശ്നത്തിന്റെ കണ്ണടയാണ് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ലൈഫിലുള്ള പ്രശ്നങ്ങൾ മാത്രം സൂം ചെയ്ത് കാണാൻ പറ്റുള്ളൂ. മൈൻഡ് അത് മാത്രമേ കാണിച്ചു തരുള്ളൂ. അതായത് ഇപ്പൊ ആളുകൾ പറയുന്ന കേൾക്കാം, ഒരാൾ വണ്ടി വാങ്ങാൻ തീരുമാനിച്ചു, ഒരു മോഡൽ തീരുമാനിച്ചു. ആ മോഡല് ഒരു ഇന്നോവ, ആ ഒരു മോഡലാണ് അയാൾ തീരുമാനിച്ചെങ്കിൽ, അയാൾ തീരുമാനിച്ചതിന് ശേഷം അയാൾ റോട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കൂടുതലും ആ വണ്ടിയായിരിക്കും കാണുക എന്ന് പറയാറുണ്ട്. അതെന്തുകൊണ്ടാ? നമ്മൾ എന്തിനാണോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതാണ് മൈൻഡ് നമ്മളെ ചുറ്റും ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ എന്താണ്, നമ്മളിങ്ങനെ പ്രശ്നത്തിനെ കുറിച്ച് ആ ഒരു കണ്ണട, ആ ഒരു ഇതാണ് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ലൈഫിലുള്ള പ്രോബ്ലംസ് മാത്രം ഇങ്ങനെ കാണിക്കും. അതിങ്ങനെ പിക്ക് ചെയ്ത് തരും. അതിനർത്ഥം അവിടെ ആ പ്രശ്നം നമ്മുടെ ലൈഫിൽ നല്ലതില്ല എന്നുള്ളതല്ല. മൈൻഡ് വിചാരിക്കുന്നത് ഇയാൾക്ക് ഇതാണ് വേണ്ടത്, ഇയാൾക്ക് പ്രശ്നമാണ് അറിയേണ്ടത്. അപ്പോ പ്രശ്നം ഇങ്ങനെ നമുക്ക് കാണിച്ചുകൊണ്ടിരിക്കും. പിന്നെ നേരെ മറിച്ച് ഒരാള് എന്റെ ലൈഫിൽ ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ട് എന്ന് പറയുമ്പോൾ അയാളുടെ മൈൻഡ് എപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇരിക്കുന്നിടത്തായാലും നടക്കുന്നിടത്തായാലും അയാൾ ഇടപെടുന്ന ആളുകളിലായാലും ഒക്കെ പോസിറ്റീവ് ആയിരിക്കും. നമുക്കിപ്പോ ഒരാളെ കുറിച്ചിട്ട് നെഗറ്റീവ് തോന്നാണ്, ഇയാൾ ശരിയല്ല, അല്ലെങ്കിൽ ഇയാൾ അങ്ങനെയാണ്, അല്ലെങ്കിൽ ഇയാൾ അത്ര പോരാ എന്നുള്ള രീതിയിൽ ഇയാള് ഒരാളെ കുറിച്ച് നെഗറ്റീവ് മാത്രമാണ് തോന്നുന്നതെങ്കിൽ, നമുക്കുള്ള ഒരു മിററാണത്. നമ്മളെ മൈൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഒരാളെ കുറിച്ച് നെഗറ്റീവാ തോന്നുന്നെങ്കിൽ നമ്മളെ മൈൻഡ് നെഗറ്റീവ് നോക്കാനാണ് പഠിച്ചിട്ടുള്ളത് എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാണ്ട് ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യന്മാർക്കും പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. നമ്മൾ എന്താണ് നോക്കുന്നത് അത് മാത്രം നമുക്ക് കാണാൻ പറ്റൂ എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് വേറൊരാളുടെ നെഗറ്റീവാ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമുക്ക് നമ്മളെ തന്നെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മളെ മൈൻഡ് ഇപ്പൊ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഏത് പാറ്റേണിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്റെ മൈൻഡ് പോസിറ്റീവ് ആയിട്ടാണോ ചിന്തിക്കുന്നത്, നെഗറ്റീവ് ആയിട്ടാണോ ചിന്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് വേറൊരാളെ, അതായത് ഈ നമ്മളെ എന്താണ്, നമ്മളിങ്ങനെ മറ്റുള്ളവർ നമുക്കൊരു കണ്ണാടി, നമ്മൾ പറയില്ലേ സുഹൃത്ത് ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ അതല്ല ഇവിടെ ഉദ്ദേശിച്ചത് ഞാൻ വെറുതെ. അതായത് അതുപോലെ നമുക്ക് വേറൊരാളിൽ നിന്ന് നമ്മളെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ എങ്ങനെയാണ്, നമ്മൾ പലപ്പോഴും വേറൊരാളെ നോക്കിയിട്ട് അയാളെ ആയിരിക്കും ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അയാളെന്തെങ്ങനെ എന്നുള്ളത്. ശരിക്കും അയാൾ കാണിച്ചു തരുന്നത് നമ്മളെയാണ്, നമ്മൾ എങ്ങനെയാണെന്നുള്ളതാ കാണിച്ചു തരുന്നത്. കാരണം അയാളിലെ നന്മയാണ് നമുക്ക് കാണാൻ പറ്റുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ മൈൻഡ്, അല്ലെങ്കിൽ ഞാനിപ്പോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നന്മയിലേക്ക് ഫോക്കസ് ചെയ്യാനാണ്, അല്ലെങ്കിൽ നന്മ കാണാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അയാളുടെ നെഗറ്റീവ് ആണ്, ഒരാളെ കാണുമ്പോൾ തന്നെ ഇയാളാകെ മോശമായി പോയല്ലോ, അല്ലെങ്കിൽ ഇയാളാകെ നശിച്ചല്ലോ, ഇയാളെ കാണാൻ ഭംഗിയില്ലല്ലോ, ഈ രീതിയിലാണ് നമുക്ക് അയാളിൽ നിന്ന് പിക്ക് ചെയ്യുന്നെങ്കിൽ നമ്മളെ മൈൻഡ് നമ്മളെ കുറിച്ചും അത് തന്നെയാണ് ചിന്തിക്കുന്നത്, നമ്മളെ മൈൻഡ് ആ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞത് നമ്മളെ ബോഡിയിൽ അതിന്റെ റിയാക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ നമ്മളെ ബോഡിയിൽ അല്ലെങ്കിൽ നമ്മളെ തോട്ട് നമ്മളെ ബോഡീനെ നമ്മുടെ നമ്മുടെ ലൈഫിന് അല്ലെങ്കിൽ നമ്മുടെ
എന്താ പറയാ നമ്മളെ ബോഡീന്റെ അസുഖങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട് പറഞ്ഞില്ലേ, അതിനൊരു സയന്റിഫിക്കലി അല്ലെങ്കിൽ ശരിക്കും നടന്ന ഒരു സ്റ്റോറി ഉണ്ട്. ശരിക്കും നടന്നാണ്, റിയൽ ആയിട്ട് നടന്നൊരു സ്റ്റോറിയാണ് അത്. ഒരു 1950-ലൊക്കെ നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. ഒരു റൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളാണ്, ഇവിടെ നിന്നുള്ള വെസ്റ്റേൺ കൺട്രിയിലുള്ള ആളാണ്. ആള് ക്യാൻസർ പേഷ്യന്റ് ആണ്. ആൾക്ക് ഇങ്ങനെ ഏകദേശം ഡോക്ടേഴ്സ് ഒക്കെ അയാളെ ട്രീറ്റ് ചെയ്ത് അയാളെ ഏകദേശം ഇനി മരിക്കും എന്നുള്ള ഒരു സ്റ്റേറ്റിൽ എത്തിയിട്ടുള്ള, അയാൾക്ക് ഇനി ഒരു തിരിച്ചു വരവില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ്, അങ്ങനെ ലൈഫിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് മിസ്റ്റർ റൈറ്റ് എന്ന് പറഞ്ഞ ആള്. അങ്ങനെയാണ് അയാൾ ഒരു ദിവസം ന്യൂസ് പേപ്പർ എടുക്കുമ്പോൾ കാണുന്നത് ഈ ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള പുതിയൊരു മരുന്നിന്റെ പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ക്രിബയോസിൻ എന്ന് പറഞ്ഞ ഒരു മരുന്നാണ്. അപ്പൊ അത് കണ്ടപ്പോ അതിലിങ്ങനെ പറയുന്നുണ്ട്, ഭാവിയിൽ എന്തായാലും ഈ മരുന്ന് ക്യാൻസർ പേഷ്യൻസിനൊക്കെ ഒരു ഭയങ്കര ഹെൽപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ക്യാൻസറിന് തന്നെ നല്ല നല്ല ഒരു ക്യൂറിങ് ആയിരിക്കും എന്നുള്ള രീതിയിലൊക്കെ ന്യൂസ് കണ്ടപ്പോ ഇയാൾക്ക് തോന്നി, ഏതായാലും എന്റെ ലൈഫ് ഈ ഒരു മരുന്നിന് എന്താ പറയാ സയന്റിഫിക്കലി തെളിഞ്ഞിട്ടില്ല, ഒരു പരീക്ഷണത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മരുന്നാണ്. അപ്പൊ അയാൾക്ക് തോന്നാണ് ഈ മരുന്ന് ചിലപ്പോൾ തെളിഞ്ഞു വരുമ്പോഴത്തേക്കും ഇയാൾ മരിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇപ്പോഴേ എനിക്കത്, ഏതായാലും എന്റെ ലൈഫ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും അറിയില്ലല്ലോ, അപ്പൊ ആ മരുന്ന് എന്നിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് എനിക്കത് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ എന്നുള്ളൊരു വിശ്വാസത്തില് അയാൾ അയാളുടെ ഡോക്ടറിനോട് റിക്വസ്റ്റ് ചെയ്യാണ്, എനിക്ക് ആ മരുന്നൊന്ന് പരീക്ഷിക്കണം, അതും കൂടെ എനിക്കൊന്ന് പരീക്ഷിക്കണം, എന്റെ ലൈഫിലേക്ക് എനിക്ക് തിരിച്ചു വരാൻ പറ്റിയാലോ എന്നുള്ളത് ഇങ്ങനെ അയാൾ അയാളുടെ ഡോക്ടറോട് പറയാണ്. അപ്പൊ ആ ഡോക്ടർ ഇയാളുടെ ഇതിന് എന്താ പറയാ, ഇയാളുടെ ഒരു പ്രഷറിന് ഇതായിട്ട് ഇയാൾ സമ്മതിക്കുകയാണ്, നമുക്ക് ഈ ഒരു ആളുടെ ഒരു ഡോക്ടറും ഈ റിസർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ഈ മരുന്ന് ഇയാൾക്ക് ഇഞ്ചെക്ട് ചെയ്യാണ്. ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ഈ സ്റ്റഡീസിലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാല് ഈ മരുന്ന് അത്രയും എഫക്റ്റീവ് ആണ് എന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പൊ അങ്ങനെ ഇയാൾക്ക് ഇത് മരുന്ന് കൊടുത്തു. ഇയാൾ ഏകദേശം ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ കടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ മരുന്ന് കൊടുത്ത് അയാൾക്ക് ട്രീറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരു വീക്ക്, ഒരു 2 വീക്കൊക്കെ ആയപ്പോൾ ഏകദേശം ഇയാൾക്ക് നല്ല മാറ്റം വരാൻ തുടങ്ങി. ഇയാൾ ബെഡിൽ നിന്നൊക്കെ എണീറ്റ് നടക്കാൻ തുടങ്ങി. ആൾക്ക് നല്ല എന്താ പറയാ, അയാളുടെ ആ ട്യൂമറൊക്കെ കുറഞ്ഞ് അയാളുടെ സാധാരണ ജീവിതത്തിലേക്ക് ഒരു 2 മന്ത്സ് കൊണ്ടൊക്കെ തിരിച്ചു വന്നു. അങ്ങനെ അയാൾ ലൈഫിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡോക്ടർമാർക്ക് തന്നെ ഭയങ്കര അത്ഭുതമായി, ഇയാൾ എങ്ങനെയാണ് ഈ മരുന്നിന്റെ ഇതൊക്കെ ആലോചിച്ചിട്ട്. പക്ഷെ സയന്റിഫിക്കലി ഇത് തെളിഞ്ഞിട്ടുമില്ല. പിന്നെ കുറെ ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെയും പത്രത്തിൽ വാർത്ത വരുന്നത്. എന്താണ്, ഈ മരുന്നിന്റെ ഫൈനൽ റിസൾട്ട് വന്നു. ഈ മരുന്നിന് എന്തില്ല, ക്യാൻസറിനെ ട്രീറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഇല്ല. ഈ മരുന്നിന് ക്യാൻസറിനെ ട്രീറ്റ് ചെയ്യാനേ പറ്റില്ല എന്നുള്ള രീതിയിൽ ആണ് റിസൾട്ട് വരുന്നത്. ഈ ഒരു റിസൾട്ടും ഇയാൾ വായിച്ചു. ഇയാൾ വായിച്ചപ്പോൾ ഇയാൾക്ക് പിന്നെന്തായി, ഡൗട്ടായി. അയ്യോ, അപ്പൊ എന്റെ എന്താണ് ക്യാൻസർ മാറിയിട്ടില്ലേ, ഇത് വെറുതെ തോന്നിയതാണോ, ഇപ്പോഴും എന്റെ ഉള്ളിൽ അത് അവിടെ തന്നെ ഉണ്ടോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇയാൾക്ക് പല പല ചിന്തകൾ വരാൻ തുടങ്ങി. ഇനിയും വന്നു കഴിഞ്ഞാൽ ഞാൻ ഇനി ആ സ്റ്റേറ്റിലേക്ക് തന്നെ പോവില്ലേ, ഇനി മരിച്ചു പോവില്ലേ, എന്റെ ലൈഫ് പിന്നെ അതുപോലെ ആവില്ലേ, എന്റെ ലൈഫിലെ സന്തോഷമൊക്കെ പോവില്ലേ എന്നുള്ള രീതിയിലുള്ള തോട്ടുകൾ അയാളിൽ ഇങ്ങനെ നിറയാൻ തുടങ്ങി. ഒരു വിത്തിൻ 2 വീക്സ് കൊണ്ട് അയാളുടെ ആരോഗ്യസ്ഥിതി ഒക്കെ മോശമായി. അയാള് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ആൾ മരിച്ചുപോയി. പിന്നെ അപ്പൊ അപ്പൊ എന്താന്ന് വെച്ചാല് ഡോക്ടേഴ്സ് ഒക്കെ പിന്നെ അതിൽ സ്റ്റഡി ചെയ്തപ്പോഴാണ് മനസ്സിലായത്, ആദ്യം അയാൾ വിശ്വസിച്ചത് അല്ലെങ്കിൽ അയാൾ ന്യൂസിൽ കണ്ടത് ഈ മരുന്നിന് ഒരാളുടെ അസുഖം ഭേദമാക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അയാൾ കണ്ടത് ഈ മരുന്ന് കഴിച്ചാൽ എന്റെ അസുഖം മാറും, ഞാൻ ആക്റ്റീവായിട്ട് നടക്കും, എന്റെ ലൈഫ് എനിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും, എങ്ങനത്തെ ചിന്തകളാണ് അയാളിൽ വന്നത്. അപ്പോ ആ മരുന്ന് കഴിച്ചപ്പോ അതിന് അങ്ങനെ ഒരു എഫക്റ്റ് ഇല്ലാണ്ടിരുന്നിട്ട് കൂടി അയാളുടെ ഉള്ളില് അയാളുടെ മുറിവിനെ മാറ്റാനുള്ള പല കാര്യങ്ങളും, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് എഫക്റ്റീവ് ആണ്. എന്ത് വേണമെങ്കിലും അതൊന്ന് എടുക്കാം, എന്താ പറയാ, എങ്ങനെ വേണമെങ്കിലും നമുക്ക്, നമ്മൾ ചിന്തിക്കുന്നതിനനുസരിച്ച്. പക്ഷെ നമ്മളത് വിശ്വസിച്ചിട്ടാണ്, വെറുതെ നമ്മളിങ്ങനെ ഫേക്ക് ചെയ്താലൊന്നും നടക്കില്ല. നമ്മൾ അത്രയും വിശ്വസിക്കുന്ന ഒരു കാര്യത്തിലാണ് മൈൻഡ് നടക്കുക. അപ്പോ എന്താണ്, അങ്ങനെ അയാൾ ചിന്തിച്ചതിനനുസരിച്ചിട്ട് അയാളുടെ ഹീലായി. പക്ഷെ ഈ റിസൾട്ട്, ഈ ഒരു മരുന്നിന് ഇങ്ങനെ ഒരു എബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞപ്പോ തന്നെ എന്തായി, അയാളുടെ ഉള്ളിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ചിന്ത വന്നപ്പോ അതിനനുസരിച്ച് അയാളുടെ ബോഡി റിയാക്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അയാള് എന്താകാൻ തുടങ്ങി, അതിനനുസരിച്ച് അയാളുടെ ലൈഫിൽ മാറ്റം വന്നു. ഇത് തന്നെ മതി നമുക്ക് തോട്ട് എങ്ങനെ ഒരാളുടെ ലൈഫിനെ ബാധിക്കുന്നു, നമ്മൾ ചിന്തിക്കുന്നതിനനുസരിച്ച് നമ്മളെ ബോഡി എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളെ ലൈഫ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതിനെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, നമ്മളെ മൈൻഡിനെ നമ്മളൊരു ഗാർഡൻ ആയിട്ട് വിചാരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്കിപ്പോ ഒരു പ്ലോട്ട് ഉണ്ട്, നല്ല മണ്ണ്, എന്തിട്ടാലും വിളയുന്ന ഒരു പ്ലോട്ട് ഉണ്ടെന്ന് വിചാരിച്ചോ. അവിടെ നമ്മൾ എന്താണ്, നമ്മളെ ചോയ്സ് ആണ് അല്ലെ, എന്ത് ഉണ്ടാക്കണം എന്ത് ഉണ്ടാക്കണ്ട എന്നുള്ളത്. ഇപ്പൊ ഒരാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ ഒരു പ്ലോട്ടിലേക്ക് തിരിഞ്ഞു നോക്കാണ്ടേ ഇരിക്കാം. തിരിഞ്ഞു നോക്കാണ്ടിരുന്നാൽ എന്താ, അവിടെ പല പല ചെറിയ ചെറിയ
ആവശ്യമില്ലാത്ത പല മുൾച്ചെടികളും വിഷച്ചെടികളൊക്കെ വളർന്നുകൊണ്ടിരിക്കും. അങ്ങനെ വളർന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഈ പൊന്ത പിടിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങും? വേസ്റ്റ് ഇടാൻ തുടങ്ങും. അങ്ങനെ ആ പ്ലോട്ട് വേണമെങ്കിൽ നമുക്കൊരു കുറ്റിക്കാടായിട്ട് മാറ്റാം. അതിന് പകരം തന്നെ നമുക്ക് തന്നെ ചൂസ് ചെയ്തിട്ട് നമുക്ക് തന്നെ മുൻകൈ എടുത്തിട്ട് അവിടെ ഒരു ഗാർഡൻ വേണമെങ്കിലും നിർമ്മിക്കാം അല്ലെ? അതുപോലെയാണ് നമ്മളെ മൈൻഡ് എന്ന് പറഞ്ഞാല് നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മളാണ് അവിടുത്തെ ക്രിയേറ്റർ. അല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുണ്ട് അതിനുള്ള നീ ഇത് ചെയ്തോ എന്നുള്ള ആ ക്രിയേറ്റർ അതിനുള്ള എന്താ പറയാ അതിനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം അല്ലെങ്കിൽ പൂർണ്ണ ഡിസിഷൻ എടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ എടുക്കണം. നമ്മൾ എടുത്താൽ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താണ് നമ്മളെ മൈൻഡിലുള്ള വിത്തുകൾ എന്താണ്? നമ്മളെ ചിന്തകളാണ് നമ്മളെ മൈൻഡിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്ന വിത്ത് എന്ന് പറയുന്നത്. നമ്മൾ എന്താണ് ലൈഫിൽ നമ്മൾ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ ഈ വിത്തുകളിൽ നമ്മളെപ്പോഴും നമ്മളെ തോട്ട് എന്താന്ന് പോലും നമ്മൾ ചിന്തിക്കാറില്ല. നമ്മളെ മൈൻഡിൽ വരുന്ന തോട്ടിന് പിന്നാലെ നമ്മൾ ഇങ്ങനെ പോവുക ചെയ്യാറ്. നമ്മൾ ഒരു സ്ഥലത്ത് തുടങ്ങി വേറെ എവിടെയോ വെച്ച് നമ്മൾ അവസാനിക്കാറാണ് ചെയ്യാറ്. അതായത് നമ്മളെ മൈൻഡ് തന്നെ മൈൻഡിന് ഇഷ്ടമുള്ള തോട്ടുകൾ ഇട്ട് കൊടുക്കും. പക്ഷെ നമ്മൾ ആ ഒരു ആക്ഷൻ എടുത്തിട്ട് നമ്മൾ അവിടെ നമ്മുടെ തോട്ടിനെ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു ദിവസം ചിന്തിക്കുമ്പോഴത്തേക്കും നമ്മളെ മൈൻഡിന് നമുക്ക് എടുക്കാനൊന്നും പറ്റില്ല. അല്ലെങ്കിൽ മൈൻഡിനെ പെട്ടെന്ന് നമുക്ക് ട്രാൻസ്ഫോം ചെയ്തെടുക്കാൻ പറ്റില്ല. നമ്മളെ മൈൻഡിനെ അറിയാം. മൈൻഡിൽ നമ്മൾ ഓരോന്ന് നമ്മൾ എങ്ങനെ മൈൻഡ് വർക്ക് ചെയ്യൂ എന്നുള്ളതൊക്കെ ഓൾറെഡി അവിടെ ന്യൂറോൺസ് ഉണ്ട്. അതിങ്ങനെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ആക്ഷൻസ് കൊടുക്കുമ്പോൾ അത് മാറി മാറി വരും എന്നുള്ളതാണ്. അവിടെയാണ് നമുക്ക് പേഷ്യൻസ് വേണ്ടത്. നമ്മളെ ലൈഫ് മാറണമെങ്കിൽ ക്ഷമ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആണല്ലോ. അപ്പൊ നമ്മൾ ക്ഷമയോടുകൂടി നമ്മളെ ചിന്തകളെയും ഒക്കെ നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ചിന്ത എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നത് മാത്രമല്ല നമ്മൾ കാണുന്ന വീഡിയോസ് നമ്മളിപ്പോ മറ്റുള്ളവരെ കുറ്റം പറയുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ വീഡിയോസ് ആണ് നമ്മളെ കയ്യിലൊക്കെ ഉള്ള ഫോണിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെ മൈൻഡിലോട്ട് പുതിയ പുതിയ ചിന്തകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോ നമ്മൾ ചിന്തിക്കാത്ത എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഒരു വീഡിയോ കാണുമ്പോഴായിരിക്കും ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ചിന്ത നമ്മുടെ മൈൻഡിലോട്ട് വരുന്നത്. അങ്ങനെ നമ്മൾ എന്തൊക്കെ ചൂസ് ചെയ്യണോ നമ്മളെ ചുറ്റുപാടുള്ള ആളുകൾ നമ്മള് എന്താ പറയാ നമ്മളെ ചുറ്റുമുള്ള ആളുകൾ വരെ അവരുടെ വേർഡ്സ് ഒക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതുകൊണ്ടാണ് ഈ ചന്ദനം ചാരിയ ചന്ദനം മണക്കും, ചാരിയ ചാണകം മണക്കും എന്നൊക്കെ പറയില്ലേ? അതായത് നല്ല കൂട്ടുകെട്ട് എന്നുള്ളത് നമ്മളെ ട്രാൻസ്ഫോം ചെയ്യാൻ നല്ല ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. എപ്പോഴും മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കൂട്ടുകെട്ടിലാണ് നമ്മളെങ്കിൽ അവര് പറയുന്ന വേർഡ്സും നമ്മുടെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ തോട്ട്സ് ആയിട്ട് മാറും അത്. അവര് പറയുന്ന വേർഡ്സ് നമ്മുടെ തോട്ട്സ് ആവും. ആ തോട്ട്സ് ആയിരിക്കും നമ്മളെ ആക്ഷന്. പലപ്പോഴും ലൈഫിൽ വലിയ ഡ്രീമുള്ള ആളുകളൊക്കെ നല്ല കൂട്ടുകെട്ടില് അല്ലെങ്കിൽ നല്ല ഡ്രീം കാണുന്ന ആളുകളുടെ എന്താ പറയുക കൂട്ടില് പോയി പെട്ടാല് അല്ലെങ്കിൽ നല്ല ഡ്രീമുള്ള ആളുകളൊക്കെ അത്രേ ഇമ്പ്രൂവ് ഇല്ലാതെ വെറുതെ ഗോസിപ്പ് പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ പോയി പെട്ടാല് അയാളും അങ്ങനെ ആയി മാറും. അയാളും ചിലപ്പോ ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ള രീതിയിലും എന്താ പറയാ വിജയിച്ചവരൊക്കെ കുറ്റം പറയുകയാണെങ്കിൽ ഇയാൾക്കും തോന്നും ഞാനും വിജയിച്ചു കഴിഞ്ഞാൽ എന്നെയും ഇവരൊക്കെ കുറ്റം പറയില്ലേ? അങ്ങനെ ഇയാളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു പിന്നോട്ട് വരും. അതിന് നേരെ മറിച്ച് ചിലപ്പോൾ വലിയ ഐഡിയ ഒന്നും ഇല്ലാത്ത ഒരാള് നല്ലൊരു കൂട്ടത്തിൽ പോയിട്ട് നല്ല ഐഡിയാസ് ഉള്ള ജീവിതത്തിന് നല്ല പോസിറ്റീവായിട്ട് കാണുന്ന ഒരാളുകളുടെ ഇടയിൽ പോയി പെട്ടാല് അയാളുടെ ലൈഫ് അവിടെ മാറുകയും ചെയ്യും. അതുകൊണ്ടാണ് കൂട്ടുകെട്ടിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ തോട്ട് എന്നുള്ളത് നമ്മളെ മൈൻഡിൽ വരുന്ന വിത്തുകളാണ്. നമ്മളെ മൈൻഡ് എന്നുള്ള ഗാർഡനില് നമ്മൾ ഓരോ ദിവസം പാകിക്കൊണ്ടിരിക്കുന്ന വിത്തുകളാണ് നമ്മളെ തോട്ട്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഇന്നത്തെ തോട്ട്സിന്റെ ഒരു സെഷൻ പറയാനുള്ളത്. അപ്പൊ വേറൊരു കാര്യം പറയാനുള്ളത് ഇപ്പൊ നമ്മളിങ്ങനെ പറയുമ്പോൾ ഇനി ഒരു തോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് പേടിയാവും ചിലപ്പോ. അയ്യോ ഞാൻ നെഗറ്റീവ് ആണല്ലോ ചിന്തിക്കുന്നത്. ഒരിക്കലും നമ്മൾ ഒരു വട്ടം ചിന്തിച്ചു അല്ലെങ്കിൽ 2 വട്ടം ചിന്തിച്ചു എന്ന് വിചാരിച്ചിട്ട് നമ്മളെ ലൈഫ് അതിനനുസരിച്ച് പോകുന്നില്ല. നമ്മൾ കുറേ കാലം ചിന്തിക്കുന്ന കാര്യമാണ് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുക. അതായത് കുറേ കാലം നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ് എന്റെ ലൈഫ് മോശമാണ് എന്നും തന്നെ ചിന്തിക്കുന്നെങ്കിലാണ് നമ്മുടെ ലൈഫിൽ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. അല്ലാണ്ട് നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ കുറച്ച് നേരമൊക്കെ ഒരു നെഗറ്റീവ് തോട്ട് നമ്മളെ മൈൻഡിൽ വന്നു വെച്ചിട്ട് നമുക്ക് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ആരുടെ ലൈഫ് ഇവിടെ രക്ഷപ്പെടാൻ പറഞ്ഞല്ലോ. പോസിറ്റീവ് ആയിട്ടുള്ള ആളുകൾക്കും എന്തുണ്ട് നെഗറ്റീവ് തോട്ട്സ് ഒക്കെ വരുന്നുണ്ട്. അല്ലെങ്കിൽ അയാൾക്ക് ഫിയർ വരുന്നുണ്ട്. പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അവർക്ക് അവരുടെ തോട്ടിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് എന്താണ് തോട്ടിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. തോട്ട് അവരെയാണ് മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഡിഫറൻസ്. അപ്പോ ഇന്നത്തെ ഒരു സെഷന് തോട്ടിനെ കുറിച്ച് അതാണ് പറയാനുള്ളത്. അപ്പൊ നമുക്ക് നിർത്താം. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം.